നാട്ടടുക്കളയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വെള്ളരിക്ക പുളിങ്കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് തേച്ചും വേണ്ട, ഇതിൻ്റെ ഒരു കഷ്ണേ ആവശ്യമുള്ളൂ. കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു എങ്ങനെ തോല് കളയുമെന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളരിക്കയും ചക്കക്കുരും മുറിച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇതേ കനത്തിലാണ് മുറിക്കേണ്ടത്, പുളിങ്കറിക്ക് ഇതേ ഷേപ്പിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. മാങ്ങയും ഇതേപോലെ ചെത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിട്ട് വെക്കാം. ഇത്ര വെള്ളം മതി. ഇനി ഇത് വേവിച്ചെടുക്കാം. ഒരു വിസിലെടുത്താൽ മതി. ഇതാവുമ്പോഴേക്കും തേങ്ങ അരച്ചെടുക്കുക. അതിനു വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ഇതിനി അരച്ചെടുക്കാം. വെള്ളരിക്ക വെന്തോ നോക്കാം. വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. കഷ്ണം ഇങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല, ഇതേ പരുവത്തിൽ കിട്ടണം. ഇനി നമുക്കിത് പാകം ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളരിക്ക ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് പുളി ഉണ്ടോ എന്നെല്ലാം നോക്കി നോക്കാം. പുളിയെല്ലാം ഉണ്ട്. ഇനി നമുക്ക് അരച്ച തേങ്ങ ഇതിലേക്ക് കലക്കി കൊടുക്കാം. തേങ്ങ നന്നായി അരയണം. ഇനി പാകത്തിന് വെള്ളമാക്കി എടുക്കാം. നമുക്ക് ഈ അരച്ച വെള്ളം തന്നെയുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി കുറച്ച് തിളച്ചിട്ട് വരട്ടെ. കറി തിളച്ചോ നോക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് മതി. ഇനി അത് ചൂടായി വരട്ടെ. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു മുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചത് ഇടണമെന്നില്ല, പൊടിച്ചതില്ലെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി. ഇതേപോലെ ബ്രൗൺ കളറാവും ഉലുവ. അത് നേരം വാങ്ങി വെക്കാം. അങ്ങനെ നമ്മളെ നല്ല രുചിയുള്ള പുളിങ്കറി റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.